ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറസ്കേലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ട് നെക്സ്റ്റിൻ്റെ ഒരു IP റൂളുണ്ട്. അത് ഒട്ടുമിക്ക പേർക്കും എന്താണെന്നുള്ളത് കൃത്യമായ ഒരു ധാരണയില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ഒരു IP റൂളിൽ നിന്നും രക്ഷ നേടാം, അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ IP റൂളിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഫോറസ്കേലയുടെ പ്രൊഫൈം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് വയനാട് ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ നിന്നും ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലൈവ് അക്കൗണ്ടായിരുന്നു. ഗോൾഡിൽ ട്രേഡൊക്കെ എടുത്ത് നല്ല അത്യാവശ്യം പ്രോഫിറ്റൊക്കെ എടുത്ത ആളായിരുന്നു. ഏകദേശം 4000 USD ഒക്കെ ഫണ്ടഡ് അക്കൗണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് നമുക്ക് അവിടെ അറിയാം സെർവർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്നും മറ്റ് ഒരാളുടെ വൈഫൈ കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം IP റൂള് ബ്രേക്ക് ചെയ്തു എന്നുള്ള കാരണത്താലാണ് അവർ ഏകദേശം 4000 USD പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്തത്. നോർമലി അവരുടെ FAQ തന്നെ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അതുതന്നെ അവർ മൾട്ടിപ്പിൾ IP അഡ്രസ്സ് റൂള് അവർ മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് അവരെപ്പോഴും സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു IP ഉപയോഗിക്കണമെന്നാണ് ഫണ്ട് നെക്സ്റ്റ് ഒഫീഷ്യലായിട്ട് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടറും പേഴ്സണൽ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണും നമുക്ക് ഉപയോഗിക്കാം എന്ന് അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത്. അതും ഉപയോഗിക്കാം. മറ്റൊരു ഡിവൈസ് കൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അത് നമ്മുടേത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ അവരോട് പറഞ്ഞ് ചാറ്റ് ചെയ്ത് നമുക്ക് ഇന്ന പോലെ ഉപയോഗിക്കുന്നുണ്ട്, 3 രീതിയിലും കണക്ട് ചെയ്യുന്നത് പറഞ്ഞ് ഒഫീഷ്യലായിട്ട് അപ്രൂവൽ കിട്ടിയതിന് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിലും ഏറ്റവും ബെറ്റർ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മൊബൈലിൻ്റെ ഡാറ്റയും ഇപ്പോൾ ഒരു ഏത് സിസ്റ്റമാണോ യൂസ് ചെയ്യുന്നത് ആ സിസ്റ്റം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇനി ഇതിൽ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ച് പറയാം. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ 2 ട്രേഡേഴ്സ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഫണ്ട് നെക്സ്റ്റ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വൈഫൈ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നു എന്ന് തന്നെ കരുതുക. മറ്റാളും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും കുറേ നാൾ മുമ്പ് എപ്പോഴെങ്കിലും ഈ സെയിം വൈഫൈയിൽ നിന്നും എപ്പോഴെങ്കിലും ഫണ്ട് നെക്സ്റ്റിൽ അവരുടെ കോമ്പറ്റീഷൻ അക്കൗണ്ട് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് നെക്സ്റ്റിൽ ട്രേഡ് ഫേസ് ചലഞ്ച് ഒക്കെ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക അദ്ദേഹം ഫെയിലുമായി പോയി എന്ന് കരുതാം. ഞാൻ ഇവിടെ ഇരുന്ന് ട്രേഡും ചെയ്ത് പ്രോഫിറ്റാക്കി എല്ലാം കഴിഞ്ഞ് വിഡ്രോവലിൻ്റെ സമയമാകുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ IP റൂള് ബ്രീച്ച് ചെയ്തതാണ്. കാരണം അവർ മെയിനായിട്ട് നോക്കുന്നത് മറ്റു ഏതെങ്കിലും ട്രേഡർമാർ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു മസ്റ്റായിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പബ്ലിക് സ്ഥലങ്ങളിലെ പ്രത്യേകിച്ച് KSRTC, ഇപ്പോൾ KRail, മെട്രോ റെയിൽ ഇത്രയും സംഭവങ്ങളിലൊക്കെ ഉള്ള വൈഫൈ യൂസ് ചെയ്യാതിരിക്കുക. ഓൺ വൈഫൈ തന്നെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു ട്രേഡർ ആ ട്രേഡിങ് എടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. പ്രത്യേകിച്ച് MT5ഉം MT4ഉം മറ്റൊരു ട്രേഡർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ മൊബൈലാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ, അദ്ദേഹം മറ്റൊരു വൈഫ് ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ട്രേഡർ അല്ല, പക്ഷേ ഇവരൊക്കെ എന്തെങ്കിലും കാരണം കണ്ടെത്തി ഒരു പേ ഔട്ട് ഡിക്ലൈൻ ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിന് ഏകദേശം 4000 USD എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈലും ആണെങ്കിലും നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇനി ഗൾഫിൽ ഒക്കെ ഉള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ സൗദിയിൽ ഈ അടുത്ത എൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് ട്രിവാൻഡ്രം വന്ന സമയത്ത് അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവരായിട്ട് ചാറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവർ അപ്രൂവൽ കൊടുത്തു, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, നാട്ടിൽ ചെന്നിട്ട് ഉപയോഗിക്കാം. പക്ഷേ അവർ നമ്മുടെ പാസ്പോർട്ട് നിങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം ട്രാവലിംഗ് ഹിസ്റ്ററി കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം അദ്ദേഹം കൊടുത്തു. അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. അദ്ദേഹം നല്ല രീതിയിൽ പേയ്മെൻറ്റ് എടുക്കുന്ന ആളാണ്. അവർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ കൊച്ചി ടു സേലം പോകണം, ഒരു 1700 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ചില സമയങ്ങളിൽ നമ്മുടെ നെറ്റ്വർക്ക് മാറുമ്പോൾ തന്നെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ജിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിലും ഈ IP റൂളിൻ്റെ ഒരു ഇഷ്യൂ വരും. അങ്ങനെ പ്രത്യേകം നമ്മൾ സിസ്റ്റം മാറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുമെങ്കിലും അത് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതിന് മുമ്പേ തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാനിങ്ങനെ ലോങ് ഡ്രൈവ് പോകുകയാണ് എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് പേ ഔട്ടിൻ്റെ സമയമാകുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഉള്ളൂ. ഫസ്റ്റ് ഫേസിനും സെക്കൻഡ് ഫേസിനും ഒന്നും കുഴപ്പമില്ല. ഫണ്ടഡ് അക്കൗണ്ട് ആകുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോഴും ശ്രദ്ധിക്കണം, ഇവർ ഈ IP റൂള് ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഇവർ ചേസ് ചെയ്യുന്നുണ്ട്. അവർ നിരീക്ഷണത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഫേസിൽ ഞാൻ സസ്റ്റെയിൻ ആയിട്ടുള്ളൊരു ഇത് ഉപയോഗിച്ചു, മൂന്നാമത് അക്കൗണ്ട് എടുത്തപ്പോൾ മാറ്റി ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഓൺ സംഭവങ്ങൾ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഫണ്ട് നെക്സ്റ്റിനുള്ള ആ ഒരു പ്രശ്നം കോപ്പി ട്രേഡ് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. കോപ്പി ട്രേഡ് കുറേ ആൾക്കാരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചറപറ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം 30-40 ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു ട്രേഡായിട്ട് മാച്ച് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഒരേ സമയം അപ്പോൾ ഒരു തവണ ട്രേഡ് നടന്നാൽ ചിലപ്പോൾ ആ ഐഡിയ അവർ മാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല.
സെയിം പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ അക്കൗണ്ട് സെയിം പോലെ തന്നെ ഒരേ ട്രേഡ് വീഴുകയും ഒരേ സമയം വീഴുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോപ്പി ട്രേഡിൽ പിടിക്കും. ഈ രണ്ട് ഇഷ്യൂസ് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഈ രണ്ട് സംഭവങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ആൻഡ് നെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് 100% പേ ഔട്ട് കിട്ടും. ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ സെല്ലർ എന്ന് പറയുന്നതിൽ 15% ഡെമോ സമയത്ത് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ചലഞ്ച് എടുക്കാൻ ശ്രമിക്കുക. സ്റ്റെല്ലർ ലൈറ്റ് എടുക്കാതെ സ്റ്റെല്ലർ അക്കൗണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ചില സമയങ്ങൾക്ക് ബോഗോ ഓഫറൊക്കെ ഉണ്ടാകും, ധൈര്യമായിട്ട് എടുക്കാം അവരുടെ ചലഞ്ചസ്. എന്നാൽ തന്നെ ഇവർ IP റൂൾ ശ്രദ്ധിക്കണം, കോപ്പി ട്രേഡ് ശ്രദ്ധിക്കണം. ഇതിനാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തുടക്ക സമയങ്ങളിൽ ഞാൻ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് 2 വർഷം മുമ്പൊക്കെ ആയിരുന്നപ്പോൾ ഇവർ കുറച്ച് പേ ഔട്ട് ഡിക്ലൈനൊക്കെ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല, ഓട്ടോമാറ്റിക് ഇൻ്റർവ്യൂ ആണ്. ജസ്റ്റ് നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതി, അല്ലാണ്ട് നമ്മൾ ട്രേഡ് അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫണ്ട് ആൻഡ് നെക്സ്റ്റ് അക്കൗണ്ട് എടുക്കാം, പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ്.